സ്ത്രീകൾ അനുഭവിക്കുന്ന പലതരത്തിലുള്ള ലൈംഗിക പ്രശ്നങ്ങൾ, അതായത് സെക്ഷൽ ഡിസ്ഫങ്ഷൻ, ഇതിനെപ്പറ്റി സ്ത്രീകൾ മുന്നോട്ട് വന്ന് നമ്മളോട് സംസാരിക്കലും നമ്മളോട് പരിഹാരം തേടലൊക്കെ കുറവായിരുന്നു. പക്ഷേ ഇപ്പോൾ അവരൊക്കെ അവെയറാണ്, അവർക്കിതിന് പരിഹാരമുണ്ടെന്നറിയാം. അപ്പോൾ നമ്മളോട് വന്നിട്ട് ഇതിൻ്റെ പരിഹാരമൊക്കെ ചോദിക്കലുണ്ട്, ട്രീറ്റ്മെൻറ്റ് ഓപ്ഷൻസൊക്കെ അവർ അന്വേഷിക്കലുണ്ട്. പൊതുജനങ്ങൾക്ക് ഉപകാരപ്പെടുന്ന രീതിയിൽ ഇതിനെപ്പറ്റി ചുരുക്കി ഒന്ന് പറഞ്ഞു തരാമോ? അതെ മാഡം, സെക്ഷൽ ബുദ്ധിമുട്ടുകളായിട്ട് കുറേ സ്ത്രീകൾ ഇപ്പോൾ ഒ പി ഡിയിൽ വരാറുണ്ട്. മെയിനായിട്ട് 3 തരത്തിലാണ് സ്ത്രീകളുടെ സെക്ഷൽ ഡിസ്ഫങ്ഷൻ. ആദ്യത്തേത് താല്പര്യക്കുറവ്, രണ്ടാമത്തേത് ഓർഗാസം അച്ചീവ് ചെയ്യാനുള്ള ബുദ്ധിമുട്ട്, മൂന്നാമത്തേത് പെയിൻ ഡിസോർഡേഴ്സ്. അതിലാണ് ഈ വജിനിസ്മസ് എന്നൊക്കെയുള്ള കണ്ടീഷൻസ് ഈ പെയിൻ ഡിസോർഡേഴ്സിലാണ് നമ്മൾ ഉൾപ്പെടുത്തിയിട്ടുള്ളത്. സെക്ഷൽ ഡിസ്ഫങ്ഷൻ്റെ കാരണങ്ങൾ എന്തൊക്കെയാണെന്ന് ചോദിച്ചാൽ, പീരീഡ്സ് നിൽക്കുന്ന സമയത്തും പ്രസവത്തിന് ശേഷവുമാണ് കൂടുതലായിട്ടും സ്ത്രീകൾ ഈ ബുദ്ധിമുട്ടായിട്ട് വരാറുള്ളത്. ഇതല്ലാതെ തടി വളരെ കൂടുതലാവുക, അല്ലെങ്കിൽ ഭയങ്കര ടെൻഷനുള്ള ആൾക്കാർ, ചെറുപ്പത്തിൽ സെക്ഷൽ അബ്യൂസൊക്കെ നേരിട്ടിട്ടുള്ളവർ, അതേപോലെ സ്മോക്കിംഗ്, ആൽക്കഹോൾ ഇങ്ങനത്തെ ഹാബിറ്റ്സ് ഒക്കെ ഉള്ളവർ, പിന്നെ ഈ കപ്പിൾസ് തമ്മിൽ എന്തെങ്കിലും അടിയൊക്കെ ഉള്ള സമയത്ത്, അതുപോലെ ഇപ്പം എല്ലാ കപ്പിൾസും രാത്രി ഉറങ്ങുന്നവരെ റീൽസ് കണ്ടുകൊണ്ടിരിക്കും. അപ്പോൾ ഇങ്ങനെയുള്ളവരിലും സെക്സിനോടുള്ള ഒരു താല്പര്യം നന്നേ കുറവാവാൻ സാധ്യതയുണ്ട്. ഇതിൻ്റെ ട്രീറ്റ്മെൻറ്റ് ഓപ്ഷൻസ് എന്ന് പറയുന്നത് ഫസ്റ്റ് ലൈൻ തെറാപ്പിയാണ്. കപ്പിൾസ് ഒരുമിച്ചിട്ടും ഒറ്റയ്ക്കും ഉള്ള സൈക്കോസെക്ഷൽ കൗൺസിലിങ്ങും തെറാപ്പി സെഷൻസും ഉണ്ടാവും. അതേപോലെ അപ്ലൈ ചെയ്യുന്ന ഓയിൻമെൻറ്റ്സ്, പിന്നെ ഇഞ്ചെക്ഷൻസ്, നമ്മൾ PRPയുടെ O ഷോട്ട്, G ഷോട്ട് എന്നിങ്ങനെയുള്ള ഇഞ്ചെക്ഷൻസ്, ഹോർമോൺ ടാബ്ലറ്റ്സ്, പിന്നെ ഹോർമോൺ അല്ലാത്ത ടാബ്ലറ്റ്സ്, അതുപോലെ ലേസർ ട്രീറ്റ്മെൻറ്റ്സ്, ഇങ്ങനെ പലതരം ട്രീറ്റ്മെൻറ്റ്സും അവൈലബിൾ ആണ്. പിന്നെ ഇപ്പോൾ വെജിനിസ്മസിനുള്ള സ്പെസിഫിക് ആയിട്ടുള്ള കുറേ ട്രീറ്റ്മെൻറ്റ്സ് ഉണ്ട്. ഇപ്പോൾ പെൽവിക് ഫ്ലോർ മസിൽ ട്രെയിനിങ്, ഡയലേറ്റർ തെറാപ്പി, ഇനിയിപ്പോൾ ഇതിലൊന്നും റെഡി ആയിട്ടില്ലെങ്കിൽ ബോട്ടോക്സ് ഇഞ്ചെക്ഷൻസ്, അങ്ങനെ പല ട്രീറ്റ്മെൻറ്റ്സ് അവൈലബിൾ ആണ്. അപ്പോൾ ഇങ്ങനെ എന്തെങ്കിലും ബുദ്ധിമുട്ടുള്ള ആരും ഒരു ട്രീറ്റ്മെൻറ്റിനായിട്ട് മുന്നോട്ട് വരാൻ മടിക്കേണ്ടതില്ല.